അപ്പൊ കേരള സമൂഹത്തില് എന്തുകൊണ്ട് ഈ മരണാനന്തര അവയവദാനം ഇത്ര കുറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള വെല്ലുവിളികൾ ആ കാര്യത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളോട് ഒരു സംശയത്തോടുള്ള സമീപനമാണ് നമ്മുടെ എല്ലാവരും. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പോലും ഈ കാര്യങ്ങളിൽ ഒരു സംശയത്താണ്. നമ്മൾ ഇടയ്ക്ക് വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും, ഒരു ഡോക്ടർ തന്നെ കേരളത്തിലെ അവയവദാനത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്ത്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇത് വളരെ കുറഞ്ഞത്. കാരണം ഒരു ഡോക്ടർ പോലും അതിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർ എന്താണ് അതിൽ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ട്, അവയവദാന മാഫിയ നിലനിൽക്കുന്നുണ്ടെന്നൊരു ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മരണാനന്തര അവയവദാനത്തിലല്ല എന്നുള്ള ചിന്ത നമുക്ക് പോകുന്നില്ല. നമ്മുടെ അത് ലിവിങ് ഡോണറിലാണ് ശരിക്കും ഇങ്ങനെ മാഫിയ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അഥവാ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ലിവിങ് ഡോണറിൽ മാത്രമാണ് സാധ്യമാവുന്നത്. കാരണം ഈ മരണാനന്തരം ഒരു മാഫിയ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് അത് പറയേണ്ടി വരും. കാരണം ജോസഫ് സിനിമ ഉണ്ടാക്കിയ ഒരു വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ അവയവദാനത്തിനെതിരെ. അത് ശരിക്കും ഇങ്ങനെ അങ്ങനെ ഒരു മാഫിയയെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ആക്റ്റീവാണ് എന്നൊക്കെയുള്ള രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് ജോസഫ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അവബോധം കുറവാണ്. ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയുള്ള അവബോധം കുറവ്, അവയവദാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള അവബോധം കുറവ്, അത് ബേസിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ റിലേറ്റീവ്സിനോ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുകയോ പോലും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതുപോലെ കിഡ്നിയോ ലിവറോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സമയമോ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടോ കണ്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നുള്ളൂ, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു.